ബോസംഗ വംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരിയായി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പവർ റൂമിൽ കയറണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തിയിട്ടേ തിരിച്ചു പോകുള്ളൂ എന്ന് ഉറപ്പിച്ച് തീരുമാനമെടുത്ത് തന്നെയാണ് ശ്വേതാ മേനോൻ ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും നാൾ നിന്നിരുന്നത്. അങ്ങനെ അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ്. പവർ റൂമിൽ കയറിയിരിക്കുകയാണ് ശ്വേതാ മേനോൻ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു പുതുപുത്തൻ അപ്ഡേറ്റിലേക്ക് പോകാം. അങ്ങനെ പവർ റൂമിൽ മറ്റുള്ള താരങ്ങളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പവർ ടീമിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പവർ റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ നോറയും റസ്മിനും ഓടിച്ചെന്ന് അയ്യോ ഞങ്ങളുടെ പവർ റൂമിൽ കയറിയേ എന്ന് പറഞ്ഞിട്ട് ശ്വേതാ മേനോനെ പിടിച്ച് അവിടെ ഇരിക്കുന്ന നമ്മുടെ ഫ്ലവർ ഒക്കെ പോലെ ഇരിക്കുന്ന ആ ഒരു സോഫയിലോട്ടൊക്കെ വീഴുന്നുണ്ട്. ദെൻ അവിടെ നിന്നിട്ട് പവർ ടീമിന്റെ ആ ഒരു മാന്ത്രികത ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ പവറിന്റെ ഒരു അടയാളം അതൊക്കെ എടുത്തിട്ട് ശ്വേതാ മേനോൻ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്, അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. സ്വാബുമോൻ വന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്വേതാ മേനോന് സാധിക്കുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 1 ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. കുറച്ചുകൂടി എന്റർടൈനിങ് ആയിട്ടും മറ്റുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ തുറന്നടിച്ചു പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്വേതാ മേനോൻ. ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്തായാലും കുറച്ച് പവറുകളോടുകൂടി തന്നെയാണ് ശ്വേതാ മേനോൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പവർ ടീമിന് ശ്വേതയെ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇവരിൽ നിന്ന് പോയിന്റോ അല്ലെങ്കിൽ ആ പറയുന്ന മാണിക്കക്കല്ലോ ഇവർക്കൊന്നും കിട്ടാനായിട്ട് സാധ്യതയില്ല. കാരണം ഇവർ ഓൾറെഡി പവർ ടീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്വേതാ മേനോനെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമൊന്നും ഈ പറയുന്ന പവർ ടീമിനില്ല. പിന്നെ ടാസ്ക് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് പവർ ടീമിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അങ്ങനെ പവർ റൂമിന്റെ ഉള്ളിൽ കയറി തന്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് പവർ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് ഡാൻസ് ഒക്കെ കളിച്ച് ചില്ലാക്കുന്നുണ്ട് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും. അതുപോലെ തന്നെ റസ്മിൻ പറയുന്നുണ്ട് ഇനി അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന്. അങ്ങനെയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ശ്വേതാ മേനോന്റെ പല കാര്യങ്ങളും അവിടെ കുറച്ചുകൂടി എന്റർടൈനിങ് ആവുന്നുണ്ട്. ഉറങ്ങിക്കിടന്ന ബിഗ് ബോസിനെ ഒന്ന് ഉണർത്താനായിട്ട് തീർച്ചയായിട്ടും ബോസംഗ വംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാബുമോൻ വന്നതിനും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കണ്ടസ്റ്റൻസ് ഈ ഒരു ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് ശ്വേത വന്നതിന് ശേഷം. മേ ബി ആ ഒരു മാണിക്കക്കല്ലിന് വേണ്ടി ആയിരിക്കാം. എന്തൊക്കെയാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.